അപ്പോഴേ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചേന വെച്ചിട്ട് നമ്മളോട് അച്ചാറാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 300 ഗ്രാമോളം വരും ചേന. അപ്പം അത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് നമുക്ക് കുക്കറിലൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കണം. അങ്ങ് ഒരുപാട് വെന്ത് പോകരുത്. നമുക്ക് ചേനയുടെ ഒരു പരിപാടി അറിയാമല്ലോ, ഒരുപാട് ഒരു പരിപാടിയുണ്ട്. അപ്പം നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വേകാനും മാത്രം അങ്ങ് വെന്ത് കുഴഞ്ഞങ്ങ് പോകണ്ട, ഒറ്റ വിസിൽ മതി. ഒറ്റ വിസിൽ മതി. അപ്പം അതിനാവശ്യമായിട്ട് മാത്രം നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക. നിറച്ച് വെള്ളമൊന്നും വേണ്ട, ഒരു ശക്കലം വെള്ളം മതി. ഉണക്ക സമയത്ത് ചേന ആയതുകൊണ്ട് ഈ ഒരു ലെവലിൽ മതി നമുക്ക്. അപ്പം ഇനി ഇത് ഒരു വിസിൽ വരുന്ന ആ ഒരു ലെവലിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. ഇത് കുക്കറിൽ തന്നെ വെക്കണം നിർബന്ധമൊന്നുമില്ല, ഇതൊന്ന് വെന്ത് എടുക്കണമെന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കുക്കറിൽ വെക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചട്ടിയിലോ അല്ലെങ്കിൽ വേറെ പാത്രത്തിലോ ഒക്കെ വേണം നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചേന ഒരു വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഓവറായിട്ട് അങ്ങ് വെന്ത് പോയിട്ടുമില്ല, അപ്പം ഒരു മീഡിയം ലെവലിൽ നമുക്ക് വെന്ത് കിട്ടുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ടല്ലോ, ആ വെള്ളം നമ്മൾ ഊറ്റിയെടുത്തിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് നിരത്തി വെക്കണം. അപ്പോഴേ നമ്മുടെ അവിടെ വെയിലൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം ഇങ്ങോട്ട് മേടിക്കണ്ട, ഊറ്റിയെടുക്കുക. നമ്മളതെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. മുഴുവൻ വെള്ളം ഒന്ന് രണ്ട് പീസുകളുണ്ട്. സാഹസികമായിട്ട് അപ്പോൾ നമ്മുടെ സംഭവം മുഴുവൻ നമ്മൾ എടുത്തിട്ടുണ്ട്. കുക്കർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നേരത്തെ ഇടണം. നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ, എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം മുഴുവൻ നമ്മൾ വാർന്നു പോകണം. അപ്പം ഒന്നെങ്കിലും ഒരു കാര്യം ചെയ്യുക, നമ്മളൊരു വൃത്തിയുള്ള ഒരു തുണിയിലേക്ക് നിരത്തി ഇട്ടിട്ട് നമ്മുടെ ഫാനിൻ്റെ അടിയിൽ വെച്ചാലും മതി. ഇല്ലെന്നുണ്ടെങ്കിൽ വെയിലത്ത് ഒരു മണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ വെള്ളം മുഴുവൻ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അച്ചാറായതുകൊണ്ട് വെള്ളത്തിന്റെ ആവശ്യമില്ല. ഈ ഒരു വെള്ളം എല്ലാം നന്നായിട്ട് അതിൻ്റെ വെള്ളം വാർന്നു പോകണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഇന്ന് വെയിലത്ത് വെച്ചൊന്ന് റെഡിയാക്കി കൊണ്ടുവരാം. അപ്പം നമ്മൾ ചേന വെയിലത്ത് വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ നല്ല അടിപൊളിയായിട്ട് വാർന്ന് പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഉണങ്ങിയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ചട്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോഴേ മൺചട്ടിയൊക്കെ ആയിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും മൺചട്ടി വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ എണ്ണ ഒഴിച്ചിട്ട് ഇതിനകത്ത് ചേർക്കാനായിട്ട് കടുക് ഒന്ന് പൊട്ടിക്കാവേ. ആദ്യം ഇച്ചിരി കടുക് പൊട്ടിച്ച് വെച്ചിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പം ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എണ്ണ ഒഴിക്കാവേ. എണ്ണ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കാം. ഇപ്പം നമ്മൾ സാധാരണ നമ്മുടെ അച്ചാറുകൾക്ക് എടുക്കുന്ന എണ്ണയെ കുറച്ച് ദിവസത്തേക്ക് ഇരിക്കണമെങ്കിൽ നല്ലെണ്ണ ആയിരിക്കും നല്ലത്. അപ്പൊ നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ എടുക്കുക, അതായിരിക്കും നല്ലത്. കടുക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ കടുക് ഒന്ന് പൊട്ടി വരണം. നമ്മുടെ കടുകെല്ലാം പൊട്ടി നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇഞ്ചി എടുത്ത് കൊടുക്കാം. ഇഞ്ചി ഒരു 3/4 ഇഞ്ചോളം വലുപ്പത്തില്, ഒരു മീഡിയം സൈസ് അത് നല്ലതായിട്ട് നീളത്തിൽ അങ്ങ് അരിഞ്ഞെടുത്ത് വെച്ചാൽ മതി. ഇപ്പൊ ഇഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ എണ്ണ ചൂടായി കിടക്കുന്നുണ്ട്, പെട്ടെന്ന് അതാവുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ടത് വെച്ചാൽ നമ്മുടെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമ്മൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള വെളുത്തുള്ളിയാണ്. സാധാരണ ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. രണ്ടായിട്ട് മുറിച്ചിട്ട് നല്ല വലിപ്പമുള്ള വെളുത്തുള്ളിയാണ്. അപ്പോൾ അതെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം. അത് പെട്ടെന്ന് ആവും. എണ്ണ നല്ല തിളച്ച് കിടക്കുന്നുണ്ടേ പെട്ടെന്ന് തന്നെ സംഭവം റെഡിയായി കിട്ടും.
അപ്പൊ ഇനി നമുക്ക് ഇടാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചമുളകാണ്. പച്ചമുളക് അത് എരിവ് കുറഞ്ഞ പച്ചമുളക് 4 പച്ചമുളക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മൂത്ത് വരണം. എണ്ണ നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്നാവും. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇടാൻ. ആ കറിവേപ്പിലയുടെ ഒരു ടേസ്റ്റും കൂടെ ഒക്കെ വന്നാലേ അപ്പം കറിവേപ്പില ഇടാമല്ലോ. കറിവേപ്പില ഉണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിനെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. മതി അല്ലേ കറിവേപ്പില? പക്ഷെ നല്ല രീതിയിൽ നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട്. ഏകദേശം എല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കണം. പൊടി ചേർക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചേർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉലുവയാണ്. നമ്മളിത് ഉലുവ ആദ്യം തന്നെ ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉലുവ ആയിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ കടുക് പൊട്ടിച്ച് ആ ഒരു സമയത്ത് വേണമെങ്കിലും ഉലുവ ഇട്ട് കൊടുക്കാമായിരുന്നു. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ആയിക്കോളും. പൊടി യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ പൊടി എടുത്തില്ലേ അതിൻ്റെ കൂട്ടത്തിൽ ഇടാവേ, നേരത്തെ ഇടരുത്. അതെല്ലാം സെറ്റായിട്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ പൊടികളെല്ലാം ചേർത്തോളൂ. അപ്പൊ തീ ഒന്ന് സിമ്മിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ് ഇടുകയാണ്. ഇത് നമ്മൾ സാധാരണ കറികളിലേക്കാളും ഒരു സ്വല്പം കൂടെ കൂടുതൽ മഞ്ഞൾപ്പൊടി ഇടുക. ഇനി മുളക് പൊടി നമ്മള് കാശ്മീരി മുളക് പൊടിയാണിത്. നല്ല കളറും ഒക്കെ കിട്ടും നമുക്ക്. അതെ, അതാ നമ്മൾ എരി കുറവാണ്, കളറും കിട്ടും, ഒരു കൊഴുപ്പും കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മൾ കാശ്മീരി മുളക് പൊടിയും അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ടേബിൾ സ്പൂണ് സാധാ മുളക് പൊടിയും എരിവിന് വേണ്ടി. അപ്പോൾ കൂടുതൽ നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ടിരിക്കുന്നത്. ഇനി ഇത് നല്ല നമ്മുടെ മുളക് പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറി അത് നല്ല മൂത്ത് തന്നെ ഗ്രേവി. ഇപ്പൊ തന്നെ നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് നമ്മുടെ ഉപ്പോട് ചേർത്ത് നമ്മൾ ചേന വെന്തപ്പോ ഉപ്പൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പൊ ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. നമ്മൾ ആവശ്യത്തിന് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അച്ചാറാകുമ്പോൾ ഒരു സ്വല്പം ഉപ്പ് മുന്നോട്ട് നിൽക്കും. അത് എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടും പിന്നെ ഒരു അച്ചാറിന്റെ ഒരു ഇത് വേണം. ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ട് പുളിക്ക് ആവശ്യമുള്ള വിനാഗിരി ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് കൂടെ ആ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും വേണം നമുക്ക് നമ്മുടെ സാധനം ഇതിന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. സൈഡിലൊക്കെ ചെറുതായിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഇവിടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. അപ്പൊ നമ്മുടെ ഗ്രേവി സംഭവം സെറ്റ് ആയിട്ടുണ്ട്. നല്ല കൊഴുത്ത ഗ്രേവിയാണ്. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മുടെ ഇതെല്ലാം ഇട്ട് കൊടുക്കാവേ. നമ്മൾ ഉണക്കി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചേന ഇട്ട് കൊടുക്കാം. നമ്മൾ ആ പാത്രം ഒന്ന് ജസ്റ്റ് മാറിയായിരുന്നു. ആദ്യം എടുത്ത പാത്രത്തിൽ നിന്ന് അതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കോരി എടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളം എന്തായാലും വരും. ഇനി ഇത് നമുക്കുണ്ടല്ലോ, ഇത് നന്നായിട്ട് മിക്സാണ്. കാര്യം ഈ ഗ്രേവി ഇതിൻ്റെ എല്ലാ സൈഡിലും നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ല കളറും മണവും സെറ്റായിട്ടുണ്ട്. നിർത്തിയേക്കാം. നമ്മൾ ഓൾറെഡി ചേന വെന്തതായതുകൊണ്ട് ഇനി ഇത് ജസ്റ്റ് എല്ലാം ഒന്ന് ഇളക്കി എല്ലായിടത്തും ഒന്ന് മിക്സായി എന്ന് വന്നാൽ മാത്രം മതി. സംഭവം എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നല്ല കളറും എല്ലാം വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. നമുക്ക് അതിന്റെ ടേസ്റ്റ് നോക്കണം. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇരിക്കട്ടെ. അതുതന്നെയാണ് അച്ചാർ എപ്പോഴും ടേസ്റ്റ് ആവുന്നത് 2 ദിവസം കഴിയുമ്പോഴാണ്. അപ്പൊ അതൊന്ന് ഇരുന്നിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയി. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അകത്ത് ഏറ്റവും അവസാനം ചേർക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കായപ്പൊടി. അപ്പൊ അതിന്റെ ആ ഒരു ടേസ്റ്റ് പോകത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ആ ചൂടോടെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇട്ടല്ലേ അതിന്റെ ടേസ്റ്റ് അങ്ങ് വെളിപ്പോവും. ഇത് കായപ്പൊടി ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിനൊരു അച്ചാറാകുന്നു. സംഭവമാണ്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ഇനിയിപ്പോൾ അതിന് വേണ്ടി പ്രത്യേകം പാത്രമൊന്നും എടുക്കുന്നില്ല, ഇതിൽ നിന്ന് തന്നെ അങ്ങോട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നല്ല അടിപൊളി ചേന. അടിപൊളി, ഒരു വ്യത്യസ്തമായ അച്ചാർ. അടിപൊളി കിടിലൻ സാധനം. ചേന നന്നായിട്ട് വെന്തിട്ടുമുണ്ട്, ചേനയൊക്കെ വെന്തിട്ടുണ്ട്, നല്ല കുഴഞ്ഞു പോയിട്ടുമില്ല, ഒന്നും ആയിട്ടില്ല. ഇത് 2 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ ഉപ്പും പൊടിയും എരിയൊക്കെ അതിലോട്ടൊന്ന് പിടിച്ചു കഴിയുമ്പോഴത്തേക്കായിരിക്കും അതിന്റെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. എന്നാലും കൊള്ളാം, ഇപ്പൊ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഇപ്പൊ നമ്മുടെ ചേന നല്ല സുലഭമായിട്ട് കിട്ടുന്ന ഒരു സമയം, സീസണല്ലേ. അപ്പം എല്ലാവരും ഒന്ന് ചേന മേടിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചേന ഒന്ന് ജസ്റ്റ് വേവിച്ചിട്ട് നമ്മൾ വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കുക. വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് അച്ചാർ ചിലപ്പം കേടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് കാരണം വെള്ളം ഒന്ന് പോകുന്നവരെ അത് ഇത് ഒന്ന് ഉണക്കിയെടുക്കുക. ഒരു മണിക്കൂർ നല്ല വെയിലത്ത് ആണെങ്കിൽ ഒരു മണിക്കൂർ. അപ്പൊ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. സംഭവം കിടിലമാണ്, ഗ്യാരണ്ടി സാധനമാണ്. നമ്മളെപ്പോഴും മാങ്ങാച്ചാറും നാരങ്ങാച്ചാറും ഒക്കെ നമ്മൾ കഴിക്കുന്നത്. ഇതൊരു വ്യത്യസ്തമായ സാധനം. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ, നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചു. അപ്പം ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.